നമസ്കാരം. കേരള വാർത്ത 360ലേക്ക് സ്വാഗതം. APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ പഠിക്കുന്ന ബിടെക് വിദ്യാർത്ഥികൾക്കായുള്ള ഏറ്റവും പുതിയ വാർത്തകളും അറിയിപ്പുകളുമായി ഒരു പുതിയ വാർത്താ പരമ്പര ഞങ്ങളിന്ന് ആരംഭിക്കുകയാണ്. KTU ലോകത്തെ ഓരോ സ്പന്ദനവും ഇനി നിങ്ങളിലേക്കെത്തും. കഴിഞ്ഞ 24 മണിക്കൂറിലെ പ്രധാന വാർത്തകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഹെഡ്ലൈനുകൾ. TU2 4ാം സെമസ്റ്റർ ബിടെക് സപ്ലിമെന്ററി പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. വിജയശതമാനത്തിൽ നേരിയ വർധന. ബിടെക് 7ാം സെമസ്റ്റർ പരീക്ഷയുടെ ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി പ്രഖ്യാപിച്ചു. വൈവ പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കോളേജുകൾക്ക് പുതിയ മാർഗനിർദ്ദേശങ്ങൾ നൽകി KTU. സർട്ടിഫിക്കറ്റുകളിലെ തെറ്റുകൾ തിരുത്താൻ പുതിയ ഓൺലൈൻ സംവിധാനം വരുന്നു. വിദ്യാർത്ഥികളുടെ കാത്തിരിപ്പിന് വിരാമം. വിശദമായ വാർത്തകൾ. 1. APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ഇന്ന് 2025 ജൂൺ 26 4ാം സെമസ്റ്റർ ബിടെക് സപ്ലിമെന്ററി പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചു. 2025 ഏപ്രിൽ മെയ് മാസങ്ങളിലായി നടന്ന പരീക്ഷയുടെ ഫലമാണ് വിദ്യാർത്ഥികളുടെ ലോഗിൻ പോർട്ടലിൽ ലഭ്യമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ സപ്ലിമെന്ററി പരീക്ഷയെ അപേക്ഷിച്ച് വിജയശതമാനത്തിൽ നേരിയ വർധനവുണ്ടെന്ന് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഫലം പരിശോധിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് KTUവിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് ലോഗിൻ ചെയ്യാവുന്നതാണ്. 2. കഴിഞ്ഞ മാസം ഫലം പ്രഖ്യാപിച്ച 7ാം സെമസ്റ്റർ ബിടെക് റെഗുലർ പരീക്ഷയുടെ ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണ്ണയത്തിനും സൂക്ഷ്മപരിശോധനയ്ക്കും അപേക്ഷിക്കാനുള്ള അവസാന തീയതി യൂണിവേഴ്സിറ്റി പ്രഖ്യാപിച്ചു. വരുന്ന ജൂലൈ 5 അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന ദിവസം. വിദ്യാർത്ഥികൾക്ക് അവരുടെ കോളേജ് അധികൃതർ മുഖേന ഓൺലൈനായി അപേക്ഷിക്കാം. നിശ്ചിത തീയതിക്ക് ശേഷം ലഭിക്കുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ലെന്ന് പരീക്ഷാ കൺട്രോളർ പത്രക്കുറിപ്പിൽ അറിയിച്ചു. 3. വരും മാസങ്ങളിൽ നടക്കാനിരിക്കുന്ന 8ാം സെമസ്റ്റർ പ്രോജക്ട് വൈവ ഉൾപ്പെടെയുള്ള പ്രാക്ടിക്കൽ പരീക്ഷകളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. പരീക്ഷയുടെ സുതാര്യതയും നിലവാരവും ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് പുതിയ നിർദ്ദേശങ്ങൾ. എക്സ്റ്റേണൽ എക്സാമിനർമാരുടെ പാനൽ രൂപീകരണം, ഓൺലൈൻ വൈവ പരീക്ഷകൾക്കുള്ള സാധ്യതകൾ, മൂല്യനിർണ്ണയ രീതികൾ എന്നിവയെക്കുറിച്ച് ഇതിൽ വ്യക്തമാക്കുന്നു. ഇത് സംബന്ധിച്ചുള്ള വിശദമായ സർക്കുലർ എല്ലാ കോളേജുകൾക്കും അയച്ചതായി അധികൃതർ അറിയിച്ചു. 4. വിദ്യാർത്ഥികൾ ഏറെക്കാലമായി ആവശ്യപ്പെടുന്ന ഒരു കാര്യത്തിന് ഒടുവിൽ പരിഹാരമാകുന്നു. പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റുകളിലും ഡിഗ്രി സർട്ടിഫിക്കറ്റുകളിലും വരുന്ന പേര്, ജനനത്തീയതി തുടങ്ങിയ തെറ്റുകൾ തിരുത്താൻ പൂർണ്ണമായും ഓൺലൈനായ ഒരു പുതിയ സംവിധാനം ഏർപ്പെടുത്താൻ യൂണിവേഴ്സിറ്റി തീരുമാനിച്ചു. നിലവിൽ ഇതിനായി യൂണിവേഴ്സിറ്റിയിൽ നേരിട്ട് പോകേണ്ട അവസ്ഥയാണ്. പുതിയ സംവിധാനം വരുന്നതോടെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ രേഖകൾ സഹിതം ഓൺലൈനായി അപേക്ഷിക്കാനും സ്റ്റാറ്റസ് ട്രാക്ക് ചെയ്യാനും സാധിക്കും. ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. KTU ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി.